ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സേവനം നടത്തുന്ന ഒരു വ്യക്തിയെയാണ് സഖാവ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ അർത്ഥം ആവുന്നത്. പക്ഷെ ഒരു സഖാവ് മദ്യപനായിട്ടുള്ള ഒരു വ്യക്തി ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു. എന്തെന്ന് പറഞ്ഞിട്ടാ? കാരണം 5 കിലോമീറ്റർ ദൂരെ പോയിട്ട് ഞങ്ങൾക്ക് മദ്യം വാങ്ങിയിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് സാറേ, ഞങ്ങൾക്ക് എലപ്പുള്ളിയിലൊരു മദ്യ വിൽപ്പനശാല അനുവദിച്ച് തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുത്തപ്പോൾ താങ്കളുടെ അപേക്ഷ പരിഗണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേർക്ക് മറുപടി കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം, ഒരു പൂന്തോട്ടം തന്നെ ഗവൺമെൻറ് കൊടുത്ത ഒരു വലിയ മനസ്സുള്ള ഒരു ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയുമാണ് നമുക്കുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കടയാണ് അയാൾ ആവശ്യപ്പെട്ടത്, മദ്യം വാങ്ങാനുള്ള ഒരു കടയാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഒരു മദ്യനിർമ്മാണ യൂണിറ്റ് തന്നെ നാട്ടിൽ തന്നെ ബാബു നല്ല മദ്യം അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ഉണ്ടാക്കി, അതായത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സ്പിരിറ്റ് അത് ഇവിടെ മിക്സ് ചെയ്ത് വിൽക്കുന്ന രീതിയിൽ നിന്ന് മാറി നാട്ടിൽ തന്നെ നല്ല മദ്യം കുടിക്കട്ടെ ആളുകൾ എന്ന ഒരു നല്ല ചിന്തയായിരിക്കാം ഒരു പക്ഷേ എക്സൈസ് മന്ത്രിക്കും ഒക്കെ ഉണ്ടായത്. എക്സൈസ് മന്ത്രിയുടെ പ്രതികരണവും നമ്മൾ തേടുന്നുണ്ട് ഈ വിഷയത്തിൽ. പഞ്ചായത്ത് പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ